ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതം പ്രത്യേകിച്ച് നയിക്കപ്പെടുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സാധാരണമായ ജീവിതമല്ല, അതിശ്രേഷ്ഠകരമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. അങ്ങനെ നയിക്കപ്പെടുന്ന ശ്രേഷ്ഠകരമായ ക്രിസ്തീയ ജീവിതം നാം നയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദാനം അല്ലെങ്കിൽ അനുഗ്രഹം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠതകളെന്ന് പറയുന്നത് വർണ്ണനാതീതമാണ്. പത്രോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ കർത്താവിൻ്റെ ശ്രേഷ്ഠത, കർത്താവിൻ്റെ പദവി, കർത്താവിൽ നമുക്ക് ലഭിച്ചതായ ശ്രേഷ്ഠമായ ദാനം എന്താണ് എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു: തൻ്റെ മഹത്വത്താൽ, വീര്യത്താൽ, പരിജ്ഞാനത്താൽ, ദിവ്യ ശക്തി. ഇത് മുഖം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനമെന്ന് പറയുന്നത് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് ആരാണ്? അവൻ തൻ്റെ മഹത്വം, ദൈവിക മഹത്വം അവിടെ കർത്താവിൽ കാണുന്നു. ദൈവിക വീര്യം നമുക്കവിടെ കാണുന്നു. തൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കവിടെ കാണുന്നു. കർത്താവിൻ്റെ ദിവ്യ ശക്തി നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നു നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ഈ ലഭിക്കുന്ന ദൈവകൃപയിൽ നിന്ന് നമുക്ക് ദാനമായി ലഭിക്കുകയാണ്. നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്ന നല്ല ജീവിതം, ഭക്തിക്ക് വേണ്ടിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കും നമ്മുടെ ആത്മികമായ ആവശ്യങ്ങൾക്കുമൊക്കെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് ശ്രേഷ്ഠകരമായ അനുഭവമാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞ കർത്താവിനെ കുറിച്ച് പറയുന്നത്. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മഹത്വം, തൻ്റെ വീര്യത്താൽ, ഗ്ലോറി, ഹിസ് വെർച്യു, ഹിസ് നോളജ് ഓഫ് ഹിം ആൻഡ് ദ ഡിവൈൻ പവർ, ഇതെല്ലാം കർത്താവിലുള്ളതാണ്. അത് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ദാനം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. അതിനകത്ത് 2 അടങ്ങിയിട്ടുണ്ട്: ജീവനും ഭക്തിക്കും വേണ്ടിയത്. നമ്മുടെ ജീവിക്കാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ, നന്മകൾ നമുക്കത് മൂലം ലഭിക്കുന്നു. ആത്മീകമായ നന്മകളും അനുഗ്രഹങ്ങളും നമുക്കത് മൂലം ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ആയുസ്സിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശ്രേഷ്ഠകരമായ അനുഗ്രഹങ്ങൾ, ദാനങ്ങൾ നമുക്ക് കർത്താവിൽ നിന്ന് ലഭിക്കുകയാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്യുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഏറെ ഭയത്തോടെ, ഭക്തിയോടെ, ഏറെ ബഹുമാനത്തോടെ മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.